ഗുഡ് മോർണിംഗ് ഓൾ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തെല്ലാം ഘടകങ്ങളാണ് ഹെൽപ്ഫുള്ളായിട്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിങ്ങിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത്, വളർന്നു വരുന്ന ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ആവശ്യമായിട്ട് വരും. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് കൂടിക്കൊണ്ടിരിക്കും. ഒരുപാട് പ്രൊഡക്ട്സ് ആവശ്യമായിട്ട് വരും. അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കുന്നതിനനുസരിച്ച് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻക്രീസിങ് സംഭവിക്കും. ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അല്ലെങ്കിൽ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ചേഞ്ചസിനനുസരിച്ച് തന്നെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും ചേഞ്ചസ് അപ് ടു ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതൊരു റീസണാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രോവിങ് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. ആദ്യമൊക്കെ ജോയിൻറ്റ് ഫാമിലീസ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്താണ് സ്മോൾ ഫാമിലീസാണ്. ജസ്റ്റ് ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാരൻസും ചിൽഡ്രൻസും മാത്രമായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് പാരൻസും ഒരുപാട് ചിൽഡ്രൻസൊക്കെ ഉള്ള ഒരു ജോയിൻറ്റ് ഫാമിലീസ് ഇപ്പോൾ കാണാനില്ല. ഈ ഓരോ സ്മോൾ ഫാമിലിക്ക് അനുസരിച്ചും എന്തിനും അവരുടെ ജീവിത നിലവാര രീതിക്കനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഒരു വീട്ടിലേക്ക് വേണ്ട എന്തെല്ലാം സാധനങ്ങൾ വേണോ അതെല്ലാം തന്നെ പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും. ഹൗസ് ഹോൾഡ് കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ട്സും ആവശ്യമായിട്ട് വരും. അതുപോലെ നീഡ്സ് ആൻഡ് വാണ്ട്സും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും കൂടിക്കൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം. എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റും ഒക്കെ അനുസരിച്ച് എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയും ഒരുപാട് എംപ്ലോയീസ് വരികയും ചെയ്യും. ഈ എംപ്ലോയീസിൻ്റെ ഇൻകത്തിനനുസരിച്ച് ആദ്യമൊക്കെ ഒരു ഫാമിലിയിൽ ഒരാളാണ് ഇൻകം ഏൺ ചെയ്യുന്നതുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എന്താണ് അധിക പേർക്കും ഇൻകം ഏൺ ചെയ്യുന്നവരും പാരൻസ് തന്നെ 2 പേരും ഇൻകം ഏൺ ചെയ്യുന്നവരായിരിക്കും. ഈ ഇൻകം ഏൺ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ചേഞ്ചസ് വരും. അതിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിലും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലെല്ലാം ചേഞ്ചസ് സംഭവിക്കും. അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ലൈഫ്. നമ്മൾ പറഞ്ഞിട്ടുള്ള തന്നെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഇൻകം കിട്ടുന്നതിനനുസരിച്ച് ഇൻകം കൂടുന്നതിനനുസരിച്ച് പണ്ടുണ്ടായിരുന്ന അതേ സാധനങ്ങളായിരിക്കില്ല വാങ്ങുന്നത്. ക്വാളിറ്റി കൂടുതലുള്ളതും അതുപോലെ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ. നമ്മളിപ്പോൾ ഈ ഒരു വർഷം വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അതിൽ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പുതിയ ടെക്നോളജീസും ഇന്നോവേഷൻസും വന്നിട്ടുണ്ടായിരിക്കും. ടെക്നോളജി ഡെവലപ്മെൻറ്റിനനുസരിച്ച് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും ചേഞ്ചസ് വരുന്നുണ്ട്. ഗ്രോത്ത് ഓഫ് മാർക്കറ്റിംഗ് ചാനൽ. ആദ്യമെല്ലാം നമ്മൾ റീറ്റെയിലിൽ നിന്നുമായിരുന്നു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ഹോൾസെയിലർ റീറ്റെയിൽ നല്ല മിഡിൽ മാൻസിൻ്റെ സഹായത്തോടുകൂടി. എന്നാൽ ഇന്ന് എന്താണ് എല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. നമുക്ക് നേരിട്ട് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഗ്രോത്ത് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ, കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. ഇത് എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുന്ന ഒന്ന് തന്നെയാണ്. ആദ്യമൊക്കെ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ നോട്ടീസിലോ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ഇന്നിപ്പോൾ എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലാണ് കൂടുതലായിട്ടും അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അറിയുന്നതും എല്ലാം തന്നെ സോഷ്യൽ മീഡിയാസിലൂടെയാണ്. ഇത്രയാണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റീസൺസ് ഫോർ ഗ്രോത്ത് ഓഫ് മോഡേൺ മാർക്കറ്റിങ്ങിൽ വരുന്നത്. ഇത് നെക്സ്റ്റ് ആണ് സ്മാർട്ടർ. നമ്മൾ ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒബ്ജക്റ്റീവ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് സ്മാർട്ടർ എന്ന് പറയുന്നത്. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിയലിസ്റ്റിക്, ടൈം ബേസ്ഡ്, ഇവാലുവേറ്റഡ്, റിവ്യൂവഡ് എന്നാണ് സ്മാർട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സിനെ മൊത്തത്തിൽ പറയുന്ന ഒന്നാണ് സ്മാർട്ടർ എന്ന് പറയുന്നത്. സ്പെസിഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് എക്സാക്ട്ലി വാട്ട് ദ ടാർഗറ്റ് ഈസ്. എന്താണ്
ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, അതായത് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്താണ്, ഏത് ഗ്രൂപ്പിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് സ്പെസിഫിക്. ദെൻ മെഷറബിൾ, ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും ഏത് മെഷർമെൻ്റ് ആണ് എന്നുള്ളതാണ് മെഷറബിളിലൂടെ പറയുന്നത്. ദെൻ അറ്റൈനബിൾ, ഒരു പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് അറ്റൈനബിൾ. ദെൻ റിയലിസ്റ്റിക്, മാർക്കറ്റിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്, കോമ്പറ്റീഷൻ എങ്ങനെയാണെന്നാണ് റിയലിസ്റ്റിക്, അതായത് റിയാലിറ്റി. ദെൻ ടൈം ബേസ്ഡ്, ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്തേക്കാണ് വേണ്ടത്. ദെൻ ഇവാലുവേറ്റഡ്, പ്ലാനിങ് എങ്ങനെയായിരുന്നു ആ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവാലുവേറ്റഡ്. ദെൻ റിവ്യൂഡ്, ബിസിനസ് എൻവയോൺമെൻറ്റിൽ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ആ ഒബ്ജക്റ്റീവിൽ എന്ത് വരുത്താം, ചേഞ്ചസ് വരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് റിവ്യൂ ചെയ്യാം. ഇതാണ് സ്മാർട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മാർക്കിനൊക്കെ വരാവുന്ന ഒന്നാണ് സ്മാർട്ടർ. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിരുന്നു. ഇത് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സാണ് പറയുന്നത്. നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെയാണ്, ഏകദേശം സെയിം തന്നെയാണ്. എസ് എ ക്വസ്റ്റ്യനും ഷോർട്ട് എസ് എക്കൊക്കെ വരുന്ന ഒന്നാണ്. ഇതിൽ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കൺസ്യൂമർ ഓറിയൻറ്റഡ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് ദി കൺസ്യൂമർ. കൺസ്യൂമറിൽ തുടങ്ങി കൺസ്യൂമറിൽ അവസാനിക്കുന്നതാണ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ പോയിൻറ്റ്സ് ഒന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുൻപ് ഒബ്ജക്റ്റീവിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിലൊക്കെ ഇമ്പോർട്ടൻസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തേർഡ് വൺ, ഇറ്റ് പ്രൊസീഡ് ആൻഡ് സക്സീഡ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ തന്നെയാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഇവിടെ അവസാനം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ്. പ്രൊഡക്ഷനിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് എത്തി നിൽക്കുന്നത് പ്രൊഡക്ഷനിൽ തന്നെ ചെയ്യും. കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തി അത് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ചിലപ്പോൾ കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആവാം, അല്ലാതിരിക്കാം. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, നെക്സ്റ്റ് നീഡ് ജനറേറ്റ് ചെയ്യും, അതിനനുസരിച്ച് വീണ്ടും പ്രൊഡക്ഷൻ നടത്തും. ഒരു സൈക്ലിക്കൽ മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ദ ഗൈഡിങ് എലമെൻറ്റ് ഓഫ് ബിസിനസ്. ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഗൈഡിങ് എലമെൻ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിലാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ്. ഒരു മത്സര ബുദ്ധിയുള്ള ഒന്നാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു നീഡ് ഉണ്ടെങ്കിൽ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ഒരുപാട് കമ്പനീസിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കും. ഈ ചോയ്സസൊക്കെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കമ്പാരിസണൊക്കെ നോക്കി ക്വാളിറ്റിയും പ്രൈസും റോ മെറ്റീരിയൽസിൻ്റെ കാര്യം ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് കമ്പാരിസൺ നടത്തിക്കൊണ്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കണം ഉണ്ടായിരിക്കണം, അതും റീസണബിൾ റേറ്റിൽ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സരബുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് സ്ട്രാറ്റജീസ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. നമ്മൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് പറഞ്ഞിരുന്നു. ടാർഗറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് മോഡേൺ മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. എന്തായിരുന്നു ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇൻകത്തിൻ്റെയോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെയോ എഡ്യൂക്കേഷൻ്റെയോ ഒക്കെ എന്തെങ്കിലും ഒരു ഘടകത്തിൻ്റെ ബേസിൽ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ആക്കുകയും അതിലേതെങ്കിലും പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ പോളിസി. ഡിസ്ട്രിബ്യൂഷൻ പോളിസീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ് ഒക്കെയാണ്. ഹോൾസെയിലർ റീറ്റെയിലേഴ്സ് എന്നുള്ള ഒരു മിഡിൽമെൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു മിഡിൽമെനോ അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ആൻഡ് സെല്ലിങ്ങോ ആയിരിക്കും നടത്തുന്നത്. ഓൺലൈൻ
ഷോപ്പിംഗ് ഒക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അതുകൂടാതെ ബ്രാഞ്ചുകൾ, ഒരു കമ്പനിയുടെ ബ്രാഞ്ചസിലൂടെ തന്നെ പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് വീട്ടിലെത്തിച്ച് തരുന്നുണ്ട്. ഈ ബ്രാൻഡഡ് പ്രൊഡക്ട്സുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അവിടെ തന്നെ ഷോപ്പുകളും ഔട്ട്ലെറ്റുകളും ഉണ്ടായിരിക്കും. ബ്രാൻഡഡ് പ്രൊഡക്റ്റിൻ്റെ ഷൂസ്, ഷർട്ട്സ് തുടങ്ങിയൊക്കെ അവിടേതായ ഷോപ്പുകളും ഔട്ട്ലെറ്റ് സെൻറ്ററുകളും ഉണ്ടായിരിക്കും. അതിലായിരിക്കും സെയിൽസ് നടത്തുന്നത്. നെക്സ്റ്റ്, ഇറ്റ് റിലൈസ് ഓൺ ഇൻഫർമേഷന് പ്രാധാന്യം നൽകുന്നുണ്ട്. കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ് കളക്ട് ചെയ്യുന്നത് അതൊരു ഇൻഫർമേഷനാണ്. കൂടാതെ കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റിനെക്കുറിച്ച് എത്തിക്കുന്നതും ഇൻഫർമേഷനാണ്. കമ്മ്യൂണിക്കേഷൻ വാല്യൂവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒന്നാണ്. ഇറ്റ് എംഫസൈസ് മ്യൂച്വാലിറ്റി ഓഫ് ബെനിഫിറ്റ്. കസ്റ്റമേഴ്സിന് ബെനിഫിറ്റോ മാത്രമോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ബെനിഫിറ്റ് മാത്രമല്ല നോക്കുന്നത്, മൊത്തത്തിൽ എല്ലാവരെയും ബെനിഫിറ്റ് നോക്കിക്കൊണ്ടായിരിക്കും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും മാർക്കറ്റിലെത്തിക്കുന്നതും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ഓരോ കമ്പനിയുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് നെറ്റ്വർക്ക്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ഫങ്ഷൻസ് പറഞ്ഞിരുന്നു. ഈ ഫങ്ഷൻസൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് എംപ്ലോയീസ് വേണം. ഈ എംപ്ലോയീസിൻ്റെ എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു നെറ്റ്വർക്കാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എംഫസൈസ് ഓൺ റിറ്റൈനിങ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ എപ്പോഴും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അവരുടെ നീഡ്സിനും പ്രാധാന്യം നൽകിയിരിക്കണം. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് ഓൺ ദ നെറ്റ്. സൈബർ നെറ്റ്വർക്കിംഗ്. ഓൺലൈൻ ഷോപ്പിങ്ങുകളും അതുപോലെ ഓൺലൈൻ പർച്ചേസും ഓൺലൈൻ സെയിൽസൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിഫറെൻറ്റ് വെബ്സൈറ്റുകളൊക്കെ നമുക്കുണ്ട്. ഇതിലൂടെയുള്ള പർച്ചേസ് ആൻഡ് സെയിൽസാണ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ തന്നെ ഓൺലൈൻ വഴിയാണ്, ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നടത്തുന്നത്. ദെൻ ഇന്നോവേഷൻസ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് വരുന്ന ചേഞ്ചസിനനുസരിച്ച് പുതിയ ഐഡിയാസും പുതിയ ടെക്നോളജീസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. പുതിയ പുതിയ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റിൻ്റെ അതേ ഫീച്ചർ ആയിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വാങ്ങുമ്പോൾ ഉണ്ടാകും. അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരം ഇന്നോവേഷൻസ് വരുന്നുണ്ട്. ദെൻ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, BPO. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യം BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഒരു കമ്പനി അവരുടെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് മറ്റൊരു ചെറിയ കമ്പനിയെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഏൽപ്പിക്കുന്നതിനെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡിനനുസരിച്ചൊക്കെ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, മാസ് പ്രൊഡക്ഷൻ നടത്താൻ പെട്ടെന്ന് പറ്റാതെ വരും, അല്ലെങ്കിൽ പാക്കേജിങ് വരുത്താൻ പറ്റാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പാക്കേജിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസൊക്കെ മറ്റൊരു കമ്പനിയെ, ചെറിയൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നതിന് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. നമ്മൾ ലോജിസ്റ്റിക്സ് പോലുള്ളതൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ എന്താണ്, അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസാണ്. അതൊരു ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ആയിട്ട് പറയാം. അത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ലോജിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ വേറെ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. ദെൻ ബ്രാൻഡിങ് ഷിഫ്റ്റിംഗ് വാല്യൂസ്. ബ്രാൻഡിങ് എന്താ നമുക്കറിയാം. ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു നെയിമിൻ്റെ ബേസിലേക്ക്. ഈ നെയിമിനെയാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും ബ്രാൻഡ് ഇമേജ് എന്ന് പറയുന്നത്. ചില കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നവരും. അതിനെയാണ് ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ലൈഫ് ബോർഡ് ഒരു എക്സാമ്പിൾ കഴിഞ്ഞ ഇതെല്ലാം എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പ്രീവിയസ് ക്ലാസ്സിൽ. ഈ ലൈഫ് ബോയ് എന്ന് പറയുന്നതിന് ഒരു ബ്രാൻഡ് നെയിമാണ്. അതിൻ്റെ പ്രൊഡക്റ്റ്, ആ സോപ്പ് യൂസ് ചെയ്യുന്നതിൽ അത് മാത്രം ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ആയിട്ടും ഷർട്ട്സ് ആയിട്ടും ഷൂസ് ആയിട്ടും ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുന്നവർ ഉണ്ടായിരിക്കും. ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നവരൊക്കെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നോട്ട് എഴുതി വയ്ക്കാം. ടെക്സ്റ്റ് വാങ്ങുന്നത് നന്നായിരിക്കും. നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് വാങ്ങാൻ ശ്രമിക്കുക.